ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ്. നേരം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കെയർ ഹോം ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകും വിധം എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അന്നേരം നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഒത്തിരി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും ഉണ്ട്. അന്നേരം നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അന്നേരം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കറിയാം, നമ്മളിപ്പോഴൊരു കെയർ ഹോം ജോബിന് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് പല ടേംസ്, അതായത് കെയർ ഹോമുമായി ബന്ധപ്പെട്ടിട്ടുള്ളെങ്കിൽ നമ്മുടെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ടുള്ള പല ടേംസ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അന്നേരം അതിൻ്റെ നമ്മുടെ തിയററ്റിക്കൽ പാർട്ടിൽ നമുക്ക് എത്രത്തോളം നോളേജ് ഉണ്ട് അറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഇത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഡു യു നോ എബൌട്ട് സേഫ് ഗാർഡിംഗ് പോളിസി. അന്നേരം എന്താണ് സേഫ് ഗാർഡിംഗ് പോളിസി എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതെങ്ങനെയാണ് നമ്മുടെ ജോബുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സേഫ് ഗാർഡിങ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കണം നമ്മൾ ഈ ഒരു ആൻസറിൽ ഉൾപ്പെടുത്തേണ്ടത്. അന്നേരം എന്താണ് സേഫ് ഗാർഡിങ് പോളിസി എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം. സേഫ് ഗാർഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് കെയർ വർക്കർ റോൾ. Safeguarding involves the protection of a client's health, well-being and human rights. അന്നേരം എന്താണ് സേഫ് ഗാർഡിംഗ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സേഫ് ഗാർഡിംഗ് എയിം ചെയ്യുന്നത്, സേഫ് ഗാർഡിംഗ് ഷുഡ് പ്രിവെൻറ്റ് ഹാം, സ്റ്റോപ്പ് അബ്യൂസ് ഓർ നെഗ്ലക്റ്റ്, സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റേസ് എ പബ്ലിക് അവെയർനെസ്. അതായത് സേഫ് ഗാർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റെസിഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതായത് അവർ ഏതെങ്കിലും തരത്തിലുള്ള അബ്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗ്ലക്റ്റ് അതുപോലെയുള്ള എല്ലാത്തിൽ നിന്നും അവരെ എന്തെങ്കിലും തരത്തിലുള്ള ഹാംസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതിനെയാണ് സേഫ് ഗാർഡിംഗ് എന്ന് പറയുന്നത്. അന്നേരം ആസ് എ കെയർ വർക്കർ ഐ അണ്ടർസ്റ്റാൻഡ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഫോളോയിങ് ദ 5 Rs. അന്നേരം ഇതൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിയററ്റിക്കൽ നോളേജ് എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. അന്നേരം 5 Rs എന്ന് പറയുന്നത് റെക്കഗ്നൈസ്, റെസ്പോണ്ട്, റിപ്പോർട്ട്, റെക്കോർഡ് ആൻഡ് റെഫർ വൈൽ കെയറിംഗ് ഫോർ വൾണറബിൾ ഇൻഡിവിജ്വൽസ്. My experience in care work have taught me how to recognize any concerns regarding to residence protection. I will immediately follow the residence protection policy and report to the issue to a supervisor or your senior care or your nurse. My residents are my primary concern and I will do whatever necessary to keep them safe. ഇത്രയും പറയാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സേഫ് ഗാർഡിങ് ഇഷ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു സംശയാസ്പദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞാൻ എൻ്റെ സീനിയറിനെ അല്ലെങ്കിൽ നേഴ്സിനെ അല്ലെങ്കിൽ എൻ്റെ ഇൻചാർജിനെ, സൂപ്പർവൈസറിനെ ഞാൻ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതായത് റെസിഡൻസിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കും എൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. അന്നേരം ഇത്രയുമാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടത്. എന്താണ് സേഫ് ഗാർഡിംഗ് എന്നും അതിൻ്റെ എയിംസ്, അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെങ്ങനെയായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതും. അന്നേരം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നേരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരുന്നു, നമുക്ക് കെയർ ഹോമിൽ നോർമലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ. അന്നേരം ആ ഒരു സിറ്റുവേഷൻ്റെ ടൈമിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നുള്ളത്. അന്നേരം നിങ്ങളുടെ ആ ട്രെയിനിങ് സ്കിൽസും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും നിങ്ങളുടെ ആ ഒരു സ്കിൽ എല്ലാം കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അന്നേരം ചോദ്യം എന്ന് പറയുന്നത്, ഇമാജിൻ യുവർ പേഷ്യൻ്റ് ഹാസ് എ ഹാർട്ട് അറ്റാക്ക്, വാട്ട് വുഡ് യു ഡു. അതായത് നിങ്ങളുടെ റെസിഡൻറ്റിന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് കരുതുക. നിങ്ങൾ പെട്ടെന്ന് എന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസും അതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ നോളേജും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നേരം ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഐ വുഡ് ഫസ്റ്റ് കോൾ എമർജൻസി സർവീസസ്. ഇഫ് ഐ ഫൗണ്ട് ദ പേഷ്യൻ്റ് ഈസ് അൺറെസ്പോൺസീവ്, ഐ വുഡ് യൂസ് ദ ബേസിക് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്, CPR and any other life-saving protocols that I have been trained into execute them. I would always remain calm, ensuring that the area has been cleared and the residence is comfortable. If the resident is conscious,
I would speak gently with them and let them know that they are in good hands. അന്നേരം ആ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അബ്നോർമലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എമർജൻസി സർവീസ് ഇതാക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളിപ്പോൾ CPR എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നല്ല നോളേജ് ഉണ്ട്, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യും, അതേപോലെ നമ്മുടെ ട്രെയിനിങ് സ്കിൽസ്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ആൻസറിൽ നമ്മൾ കാണിക്കേണ്ടത്. അന്നേരം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. അന്നേരം ഈ ഒരു രീതിയിൽ ആൻസർ പറയാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്ത് വന്നാലും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നുള്ള. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷനാണ്. വേറൊരു സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റെസിഡൻറ്റ് പെട്ടെന്ന് നിങ്ങളോട് ഭയങ്കര അഗ്രസീവായി, നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അന്നേരം അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അന്നേരം ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻ്റർവ്യൂവിന് നമ്മളോട് ഫസ്റ്റ് ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഞാൻ മുമ്പ് ഒത്തിരി വീഡിയോസ് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ഹോം ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ഞാൻ മുമ്പ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്നേരം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അന്നേരം എങ്ങനെയാണ് നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാവുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ നെയിം പറയുക. പിന്നെ നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് കൂടുതലായിട്ട് നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിൽസിനെ കുറിച്ചിട്ട്, നമ്മളുടെ ഈ ഒരു കെയർ ഫീൽഡിൽ നമുക്കുള്ള സ്കിൽസ്, അന്നേരം നമ്മളുടെ സ്ട്രെങ്ത് നമ്മൾ ഇൻക്ലൂഡഡ് ഇതിനകത്ത് ചെയ്യണം. അത് നമ്മുടെ ഈ ഒരു ജോബുമായിട്ട് വളരെ ആപ്റ്റായിട്ടുള്ള സ്കിൽസും അല്ലെങ്കിൽ സ്ട്രെങ്ത്തും ആയിരിക്കണം പറയേണ്ടത്. അന്നേരം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. My name is Anju Bab. I recently completed my training as a care assistant and have always had a strong desire to help others. I have volunteered in the care homes where I learned the importance of empathy and providing patient care, and I'm eager to start my career in this field. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ്. അന്നേരം നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഷുഡ് വി ഹയർ യു? ഞങ്ങൾ എന്തിലാണ് നിങ്ങളെ ഹയർ ചെയ്യേണ്ടത്? അന്നേരം നമ്മളിവിടെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ നമുക്കുള്ള സ്കിൽസ് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ജോബിന് എന്തുകൊണ്ട് ആപ്റ്റാന്ന് പറയുന്ന രീതിയിലായിരിക്കണം ഇതിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നേരം നമുക്ക് പറയാം, ഐ ആം കമ്പാഷനേറ്റ്, പേഷ്യൻറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ടു എൻഷുറിങ് ദ വെൽബീങ് ഓഫ് ദോസ് ഇൻ മൈ care. My training combined with my genuine passion for helping people make me a strong candidate for this role. അതായത് നമ്മുടെ സ്കിൽസും നമ്മളുടെ സ്ട്രെങ്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചൂസ് ചെയ്തതെന്നുള്ളതും കൂടെ സമർത്ഥിച്ച് വേണം ഇതിന് ആൻസർ പറയാൻ വേണ്ടി. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് വാട്ട് ആർ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്നുള്ളത്. അന്നേരം നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒരു 4-5 പോയിൻറ്റ്സ് നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ്. അന്നേരം മൈ സ്ട്രെങ്ത് ഇൻക്ലൂഡ് എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, empathy and the ability to stay calm under pressure. My weakness is that I am still learning to handle emotionally difficult situation, but I am actively working on improving in this area. ഒത്തിരി വീക്ക്നെസ് ഒന്നും പറയേണ്ട കാര്യമില്ല. സ്ട്രെങ്ത് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. ഈ ഒരു ഒത്തിരി ഒന്നും പറയേണ്ട, ഒരു മാക്സിമം ഒരു 4 അല്ലെങ്കിൽ 5 അത്രയും മതി. പക്ഷേ വീക്ക്നെസ് ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അന്നേരം അതും ഒത്തിരി എന്ന് വെച്ചാൽ ഭയങ്കര ഇപ്പം ഞാൻ ഭയങ്കര ലേസി അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ല. ഈ ഒരു ഇമോഷണൽ നമ്മളെന്നൊരു തരത്തിൽ പോസിറ്റീവാണ്, ഒരു തരത്തിൽ നെഗറ്റീവാണ്. അന്നേരം അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ആർ യുവർ സാലറി എക്സ്പെക്റ്റേഷൻസ്? നമുക്കറിയാം നമ്മൾ ശരിക്കും ഒരു ജോബിന് ട്രൈ ചെയ്യുന്നതിന് നമുക്കൊരു സാലറിയും നല്ലൊരു സ്റ്റാറ്റസിന് ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ ഒത്തിരി സാലറി ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഇവിടെ അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. അന്നേരം എങ്ങനെ പറയാമെന്നുള്ളത് നോക്കാം. ആസ് എ ഫ്രഷർ ഐ ആം പ്രൈമർലി ഫോക്കസിങ് ഓൺ ഗെയിനിങ് എക്സ്പീരിയൻസ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ കെയർ ടീം. I am open to discussing a salary that reflects the industry standards for an entry-level care assistant position.
നേരം ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷർ എന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു എന്നാ സാലറി എക്സ്പെക്റ്റേഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫ്രഷർ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ എന്തായിരിക്കും, നമ്മളൊരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ്ലി ഒരു വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ടീം വർക്കായിട്ട് വർക്കൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്നേരം സാലറി എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. പക്ഷേ എന്നിരുന്നാലും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ജോബിനാണെന്ന് പറഞ്ഞായിരിക്കണം പറയേണ്ടത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് കെയർ പ്ലാൻ. നമ്മൾ എന്ത് വന്നാലും അറിഞ്ഞിരിക്കണമാണ്. നമ്മളൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ റെസിഡൻസിനും അവരവരുടെ കെയർ പ്ലാൻ ഉണ്ട്. അന്നേരം എന്താണ് കെയർ പ്ലാൻ എന്ന് നോക്കാം. കെയർ പ്ലാൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഔട്ട്ലൈൻസ് യുവർ അസസ്ഡ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ നീഡ്സ് ആൻഡ് how you will be supported. It specifies who will provide your care, what type of care needed, and how the support will be given. അതായത് കെയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റെസിഡൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് കെയർ പ്ലാൻ എന്ന് പറയുന്നത്. അന്നേരം ഇത് ഓരോ ടൈമിൽ നമ്മുടെ സീനിയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ നേഴ്സുമാരൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് കെയർ പ്ലാനിൽ ചേഞ്ചസ് ഓരോ ഇത് വരുന്നതനുസരിച്ച് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അന്നേരം കെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു റെസിഡൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ളെങ്കിൽ ഏത് തരത്തിലുള്ള കെയറാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മൊബിലിറ്റിയാണ് അവർക്കുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ള കെയറാണ് അവർക്ക് നീഡ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു റെസിഡൻസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് കെയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓരോ റെസിഡൻസിനും സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ കെയർ പ്ലാൻസ് ഉണ്ട്. അന്നേരം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് കെയർ പ്ലാൻ എന്ന് പറയുന്നത്. ഒരു റെസിഡൻറ്റിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അവരുടെ കെയർ പ്ലാൻ വായിച്ചു നോക്കിയിട്ടായിരിക്കും നമുക്ക് അവരെങ്ങനെയുള്ള മൊബിലിറ്റി സർവീസാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണ്, അവരുടെ ഇതെന്താണ്, അവർ ഏത് തരത്തിലുള്ള മെഡിക്കേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ളതായിരിക്കും കെയർ പ്ലാൻ എന്ന് പറയുന്നത്. അന്നേരം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ യു ചൂസ് കെയർ ഹോം ജോബ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കെയർ ഹോം ജോബ് ചൂസ് ചെയ്തത്? നമുക്കറിയാം ഒത്തിരി തരത്തിലുള്ള ജോലിയൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ കെയർ ഹോം ജോലി ചൂസ് ചെയ്തതെന്നുള്ളതാണ് പറയേണ്ടത്. അന്നേരം അതിനൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. Caring for other people makes me feel valued. I would like to treat my residents as though they are in my own parents. Old age is going to come to us all, so I care for people as I would like to treated myself. I also love that every day is different and work can be so varied. I have always been interested in care home job that involves helping others and making a positive impact. നിങ്ങൾ എന്തുകൊണ്ടാണ് കെയർ ഹോം ജോബ് ചൂസ് ചെയ്തതെന്നുള്ളതാണ്. അത് നമുക്ക് പറയാവുന്നതാണ്. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് നാളെ നമുക്കും വരുന്നൊരു സിറ്റുവേഷനാണ്. അന്നേരം നമ്മുടെ റെസിഡൻസിനെ, നമ്മുടെ പേഷ്യൻസിനെ നമ്മുടെ സ്വന്തം പേരൻസിനെ പോലെ തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ പോലെ ആയിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ളവരിൽ ഹെൽപ്പ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ. അന്നേരം ഞാനത് വളരെ ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉത്തരം സമർത്ഥിക്കാവുന്നതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റായ മറ്റൊരു ചോദ്യമാണ് വാട്ട് ക്വാളിറ്റീസ് ആൻഡ് സ്കിൽസ് ക്യാൻ യു ബ്രിങ് ടു ദ കെയർ അസിസ്റ്റൻ്റ് റോൾ. നമുക്കറിയാം ഇതൊരു മറ്റൊരു രീതിയിൽ നമ്മളൊരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കെയർ അസിസ്റ്റൻ്റ് റോൾ നമുക്ക് വരുമ്പം എന്തൊക്കെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൽസാണ് ആവശ്യമായിട്ടുള്ളതെന്നുള്ളതാണ്. നോക്കാം. അതിന് നമുക്കിങ്ങനെ വളരെ സിമ്പിളായിട്ട് പറയാം. ആസ് എ കെയർ ഹോം വർക്കർ ഐ ആം കമ്മിറ്റഡ് ടു പ്രൊവൈഡിങ് മൈ റെസിഡൻസ് വിത്ത് ദ ബെസ്റ്റ് കെയർ പോസിബിൾ. I love to make people laugh and have a knack for putting my residents at ease. I always practice compassion and understanding as I know how important this is to the well-being of my residents. I have been excellent interpersonal skills and I'm extremely resilient and resilient. These skills have helped me tremendously with the emotional aspects of the job. അന്നേരം നമ്മുടെ സ്കിൽസും 3-4 സ്കിൽസും അതുപോലെ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 3-4 പോയിൻറ്റ്സ് ആഡ് ചെയ്ത്, ഈ ഒരു പോയിൻറ്റ്സ് തന്നെ പറയണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ മാറ്റം വരുത്തിയിട്ട് പറയാവുന്നതാണ്. അടുത്തത് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ കെയർ അസിസ്റ്റൻറ്റ്. എന്തൊക്കെയാണ് ഒരു കെയർ അസിസ്റ്റൻറ്റിൻ്റെ റോള് എന്ന് പറയുന്നത്.
എന്താണ് കെയർ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, എ പേഴ്സൺ ഹു ഈസ് പ്രൊവൈഡിങ് സർവീസസ് ടു ദ റെസിഡൻറ്റ്. വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ കെയർ അസിസ്റ്റൻറ്റ്? ഒരു കെയർ അസിസ്റ്റൻ്റ് ഡ്യൂട്ടീസ് എന്തൊക്കെയെന്നാണ്. മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് റെസിഡൻസിനെ അവരുടെ പേഴ്സണൽ കെയറിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിലുപരി നമുക്ക് പറയാം സപ്പോർട്ടിങ് പീപ്പിൾ വിത്ത് സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഹെൽപ്പിംഗ് വിത്ത് പേഴ്സണൽ കെയർ സച്ച് ആസ് സപ്പോർട്ട് വിത്ത് ഡ്രസ്സിങ് ആൻഡ് ബാത്തിങ്, supporting people with eating and drinking, monitor and record clients' physical and mental well-being to senior staff, etc. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡ്യൂട്ടീസാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. അതായത് അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ അവരെ ഹെൽപ്പ് ചെയ്യുക, പ്രധാനപ്പെട്ടത് പേഴ്സണൽ കെയറിൽ അവരെ ഡ്രസ്സ് ചെയ്യുന്നതിന്, പാഡ് ചേഞ്ച് ചെയ്യുന്നതിന്, ബാത്തിങ്ങിന്, ഷവർ കൊടുക്കുന്നതിന്, ഫുഡ് കഴിക്കുന്നതിന്, അതുപോലെ ഡ്രിങ്ക്സ് കൊടുക്കുന്നതിന്, ഇതിനെല്ലാം അവരെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ റെസിഡൻസിനെ മോണിറ്റർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡിഫറൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയാസ്പദമായി കണ്ടിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ നിങ്ങളുടെ സീനിയറിനെ അല്ലെങ്കിൽ നേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മളൊരു കെയർ സെക്ടറിലായിരിക്കും അറിഞ്ഞിരിക്കേണ്ട, എപ്പോഴും ഇൻ്റർവ്യൂസിന് ചോദിക്കും, നിങ്ങളുടെ തിയററ്റിക്കൽ നോളേജ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ 6 C's ഓഫ് എ ഹെൽത്ത് കെയർ സെക്ടർ? വളരെ ഈസിയാണ്. കെയർ, കമ്പാഷൻ, കോമ്പിറ്റൻസ്, കറേജ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അന്നേരം ഇത്രയുമാണ് ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞത്. അന്നേരം നിങ്ങൾക്ക് വളരെ സിമ്പിളായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഡു യു വാണ്ട് ടു ബി എ കെയർ അസിസ്റ്റൻറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങളൊരു കെയർ അസിസ്റ്റൻ്റ് ആകുന്നത്? ഈ ഒരു ചോദ്യം പല രീതിയിൽ, വൈ ഡു യു ഹയർ യു, അന്നേരം അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അന്നേരം മറ്റൊരു രീതിയിൽ നമുക്ക് എങ്ങനെ പറയാവുന്നതാണ്, I have always been interested in work that involves helping others and making a positive impact. I enjoy being an active member of my community and helping people. I feel my personal values of caring, being friendly and respectful match the values of what a care assistant should be, and feel I would be ഗുഡ് അറ്റ് ദിസ് ജോബ്. അന്നേരം നമ്മുടെ ക്വാളിറ്റീസൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്തുകൊണ്ടാണ് നമ്മളൊരു കെയർ അസിസ്റ്റൻ്റ് ഈ ഒരു ജോബിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്, ഹൗ ഡു യു മെയിൻറ്റെയിൻ എ റെസിഡൻസ് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ്? നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളറിയാം അവരെ പേഴ്സണൽ കെയറിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വിത്ത് റെസ്പെക്റ്റോടുകൂടി അല്ലെങ്കിൽ വിത്ത് ഡിഗ്നിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു റെസിഡൻറ്റിൻ്റെ റൂമിൽ ചെന്ന് അവരെ പേഴ്സണൽ കെയറിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ ഫസ്റ്റ് അവരോട് പൊളൈറ്റായിട്ട് ചോദിക്കണം, ഞാൻ നിൻ്റെ ചേഞ്ച് ചെയ്തോട്ടെ, അല്ലെങ്കിൽ നിൻ്റെ ഇതിങ്ങനെയാണ്, ഞാനിങ്ങനെ മാറ്റിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് ഫസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് വളരെ റെസ്പെക്റ്റോടു കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റെസിഡൻറ്റ് അവരുടെ ഫുൾ ഡിഗ്നിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മളവർ പേഴ്സണൽ കെയർ ചെയ്യാൻ പോകണമെങ്കിൽ കർട്ടൻസ് എല്ലാം ക്ലോസ് ചെയ്ത് ഡോറ് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം. അതായത് കംപ്ലീറ്റ് നമ്മൾ അവരുടെ ഡിഗ്നിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നേരം നമുക്കതിന് എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഐ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ മൈ റെസിഡൻസ് ഡിഗ്നിറ്റി ബൈ അലൗവിങ് ദം ദ സ്പേസ് ആൻഡ് പ്രൈവസി ദേ ഡിസർവ്. ഐ am well versed in care work, client privacy and dignity guidelines. I try to encourage my residents to do as much as in their own to help them stay as independent as possible. My first priority is to show empathy. I do this by caring an open line of communication. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഫോർ അസ്? നമുക്ക് ഈ ഒരു ഏത് ഇൻ്റർവ്യൂവിലായാലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അറ്റ് ദി എൻഡിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും, അതായത് ഇൻ്റർവ്യൂ നടത്തുന്നവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുവാനുണ്ടോ എന്നുള്ളത്. നേരം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ആ ഒരു ജോബിനോട് നമുക്ക് എത്രത്തോളം താല്പര്യമുണ്ട്. ഇപ്പം നമുക്ക് വലിയ താല്പര്യമില്ല, നമുക്ക് ഇൻ്റർവ്യൂ കേട്ടത് ഒരു താല്പര്യമില്ലായ്മയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുമില്ല അങ്ങനെ വളരെ ഇതായിട്ട് പറയും. പക്ഷേ നമ്മൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ജോബിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അന്നേരം ആ ഒരു ജോബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അവരോട് ചോദിക്കാവുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു കെയർ അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാവുന്നതാണ്. ക്യാൻ യു ടെൽ മീ മോർ അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ കെയർ അസിസ്റ്റൻറ്റ്? ഹൗ വുഡ് യു ഡിസ്ക്രൈബ് ദ കമ്പനി കൾച്ചർ? വാട്ട് ട്രെയിനിങ് വുഡ് ഐ റിസീവ്? ഈസ് ദെയർ ദ ഓപ്പർച്യൂണിറ്റി ഫോർ എനി കരിയർ പ്രോഗ്രഷൻ?
കുഡ് യു ടെൽ മീ മോർ അബൌട്ട് ദ ടീം ഐ ഹാഡ് ബി വർക്കിംഗ് വിത്ത്. ഇങ്ങനെയുള്ള വളരെ ആ ഒരു ജോബുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അന്നേരം ഇത്രയുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ വളരെ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അന്നേരം എന്തായാലും നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. അന്നേരം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്താൽ മതി. അന്നേരം ഞാനതിന് വീഡിയോ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇതാക്കുന്നതായിരിക്കും. അന്നേരം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അന്നേരം സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.